നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് എ.ഡി. ബെന്നി. നായകനായും അതുപോലെ തന്നെ വില്ലനായും ഒരുപോലെ തിളങ്ങിയ നടനായിരുന്നു രതീഷ്. ജയന് പകരക്കാരനായി ജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം രതീഷ് എന്നായിക്കൊണ്ട് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്ന ഒരു അഭിനേതാവായിരുന്നു രതീഷ് എന്നത് കൂടി നമ്മൾ ചേർത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. 1954 സെപ്റ്റംബർ 11 ആലപ്പുഴയിലെ കലവൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പുത്തമ്പുരയിൽ രാജഗോപാലിൻ്റെയും പത്മാവതി അമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. ഷെർലി, ലൈല എന്നിങ്ങനെ 2 സഹോദരിമാർ ഉണ്ടായിരുന്നു. കൊല്ലം ശ്രീനാരായണ കോളേജിലും അതുപോലെ തന്നെ ചേർത്തല SN കോളേജിലുമായിരുന്നു പഠനം. അദ്ദേഹം അപ്രകാരം ബിരുദം നേടിയെടുക്കുകയുണ്ടായി. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരു നടനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിലും അത് എത്രമാത്രം സാധ്യമാകും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. ആലപ്പുഴയിലെ ഒരു സംഘം കലാസ്നേഹികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിർമ്മിച്ച അഹല്യമോക്ഷത്തിലാണ് അദ്ദേഹം ആദ്യമായി മുഖം കാണിക്കുകയുണ്ടായത്. ഒരു ചെറുവേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ചരിത്രം പരാമർശിക്കുമ്പോൾ പലരും ആ ഒരു ചലച്ചിത്രത്തെക്കുറിച്ച് പരാമർശിച്ച് കാണാറില്ല. 1977 പുറത്തിറങ്ങിയ വേഴാമ്പൽ എന്ന സിനിമയിലൂടെയാണ് രതീഷിന് ഒരു ചലച്ചിത്ര രംഗത്തെ ഒരു നടൻ എന്ന രീതിയിലുള്ള ഒരു ഖ്യാതി ലഭിക്കുന്നത്. പക്ഷേ അതൊരു മികച്ച വേഷമൊന്നുമായിരുന്നില്ല. തന്നെ സംബന്ധിച്ച് അഭിനയം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം കളം മാറ്റി പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പിന്നീട് അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായത്. അഭിനയ രംഗത്ത് ശോഭിക്കുവാൻ എത്രമാത്രം കഴിയും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. എന്തായാലും ഒരു സഹസംവിധായകനായി മുന്നോട്ട് പോകാം എന്ന കണക്കൂട്ടലിലാണ് അദ്ദേഹം KG ജോർജിനെ ചെന്ന് കാണുന്നത്. KG ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്വാഭാവികം ഇദ്ദേഹം അഭിനയത്തിനാണ് കുറച്ചുകൂടി കൊള്ളാവുന്ന വ്യക്തിയായി മാറുക എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഉൾക്കടൽ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് ഒരു ഭേദപ്പെട്ട വേഷം നൽകുകയായിരുന്നു. പ്രേക്ഷകരുടെ ഇടയിൽ ആ വേഷം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ഡേവിസ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം തൻ്റെ അഭിനയ സിദ്ധി കൊണ്ട് അവിസ്മരണീയമാക്കിയത് എന്ന് പറയാം. ഇത് യഥാർത്ഥത്തിൽ രതീഷിൻ്റെ ഒരു പുതിയ ഭാവമായിരുന്നു. തനിക്ക് അഭിനയത്തിൽ ശോഭിക്കാൻ കഴിയും എന്ന ഒരു തിരിച്ചറിവ് കൂടി രതീഷിന് ഈ ചലച്ചിത്രം പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്. പിന്നീട് അദ്ദേഹം തേരോട്ടം എന്നൊരു ചലച്ചിത്രത്തിലാണ് അഭിനയിക്കുകയുണ്ടായത്. പക്ഷേ ആ ചലച്ചിത്രം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു ബ്രേക്ക് അദ്ദേഹത്തിന് വരികയുണ്ടായത്. തുഷാരം എന്ന ചലച്ചിത്രം IV ശശി ദാമോദരൻ ടീമിൻ്റെ ആ ചലച്ചിത്രത്തിൽ അദ്ദേഹം ആ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയുണ്ടായത് പോലും ജയൻ എന്ന് പറയുന്ന നടന് വേണ്ടിയായിരുന്നു. പക്ഷേ ജയൻ അതിനിടെ മരണപ്പെടുകയും ആരെ അതിലേക്ക് ഉൾപ്പെടുത്താം എന്ന് പരിശോധിക്കുമ്പോഴാണ് രതീഷിൻ്റെ മുഖം ഓർമ്മയിൽ തെളിയുന്നത്. അങ്ങനെ രതീഷ് ഈ പറയുന്ന തുഷാരം എന്ന ചിത്രത്തിൽ, കാശ്മീർ പശ്ചാത്തലമായി ചിത്രീകരിച്ചിട്ടുള്ള തുഷാരം എന്ന ചിത്രത്തിൽ അദ്ദേഹം നായകനാവുകയായിരുന്നു. ആ അഭിനയം പുറത്തു വന്നപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി, ജയനു ശേഷം മറ്റാരുമല്ല രതീഷാണ് ഇനി നയിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് പകരുന്ന ഒരു ചിത്രമായിരുന്നു അത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞ് വെക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും ജയന് വേണ്ടിയുള്ള കഥാപാത്രത്തെ അതിമനോഹരമായി അവതരിപ്പിക്കുവാനും ഒരു നായകന് വേണ്ട എല്ലാ ലക്ഷണങ്ങളിലും കൃത്യമായി അടയാളപ്പെടുത്തുവാനും അദ്ദേഹത്തിന് ആ ചലച്ചിത്രത്തിലൂടെ കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയായിരുന്നു. രതീഷിന് ഒരു അഭിനേതാവ് എന്ന രീതിയിൽ തിളങ്ങും എന്നതിന് ഉറപ്പ് നൽകുന്നൊരു ചിത്രം കൂടിയായിരുന്നു എന്നത് സംവിധായക പ്രതിഭകൾക്ക് മുന്നിൽ തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒട്ടേറെ സംവിധായകരുടെ കീഴിൽ അദ്ദേഹത്തിന് പിന്നീട് അഭിനയിക്കാൻ കഴിയുകയുണ്ടായി. KG ജോർജ്, IV ശശി, ജോഷി, PG വിശംബരൻ, തമ്പി കണ്ണന്താനം,
ശ്രീകുമാരൻ തമ്പി, രാജസേനൻ, PK ജോസഫ്, ഷാജി കൈലാസ് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ സംവിധായകരെ കീഴിൽ അദ്ദേഹം പിന്നീട് പ്രവർത്തിക്കുകയുണ്ടായി. അതിലൊക്കെ തന്നെ മികച്ച അഭിനയം നായകനായിട്ടും വില്ലനായിട്ടും അദ്ദേഹത്തിന് കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ്. 1980 മുതൽ 1988 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം വലിയ രീതിയിൽ തിളങ്ങി നിൽക്കുകയുണ്ടായത്. മോഹൻലാലിനോടൊപ്പവും അതുപോലെ തന്നെ മമ്മൂട്ടിയോടൊപ്പവും ഒക്കെ തന്നെ ധാരാളം ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. ഈ നാട്, രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ, അബ്കാരി, ഉണരൂ, ജോൺ ജാഫർ ജനാർദ്ദനൻ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരികയുണ്ടായത്. അതുപോലെ തന്നെ ഒരു മുഖം പലമുഖം, മുഹൂർത്തം 11:30, സംഘർഷം, 1000 കണ്ണുകൾ, ഇന്നല്ലെങ്കിൽ നാളെ, പൊൻതൂവൽ, അക്കാച്ചിയുടെ കുഞ്ഞിവാവ, തന്ത്രം, ഉയരങ്ങളിൽ, ഇത്രയും കാലം തുടങ്ങിയിട്ടുള്ള നിരവധി ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായ കാലഘട്ടത്തിൽ പുറത്തു വരികയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള 1988 കാലഘട്ടമായപ്പോൾ അദ്ദേഹം പൊതുവെ ചലച്ചിത്രത്തോട് ചില വിമുഖത തോന്നുകയും ഇതിനിടെ അദ്ദേഹം വില്ലൻ വേഷങ്ങളും ഒട്ടേറെ അഭിനയിക്കുകയുണ്ടായി. അങ്ങനെ 1980-ലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സിനിമയോട് ഒരു വിരക്തി തോന്നുന്നു എന്ന രീതിയിൽ 1990-കളുടെ തുടക്കം മുതൽ പിന്നീട് അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. പിന്നീട് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത കമ്മീഷണറിലൂടെയാണ് തിരിച്ചു വരികയുണ്ടായത്. ഈ കമ്മീഷണറുടെ വില്ലൻ കഥാപാത്രത്തെക്കുറിച്ചുള്ള ആ മോഹൻ തോമസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ഒരുപക്ഷെ വില്ലന്മാരിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വില്ലനായിട്ട് നമുക്ക് മോഹൻദാസിനെ കാണാൻ കഴിയും. ഇന്നും നമ്മുടെ മനസ്സിൽ ആ മോഹൻ തോമസ് എന്ന് പറയുന്ന കഥാപാത്രം രതീഷ് എന്ന കഥാപാത്രത്തെക്കാൾ ഉപരി മോഹൻ തോമസ് എന്ന കഥാപാത്രം നമ്മുടെ മനസ്സിൽ ജീവിക്കുകയാണ്. പലരുടെയും ധാരണ രതീഷ് എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര്, മറിച്ച് മോഹൻ തോമസ് ആണ് എന്ന് വരെ കരുതുന്ന ആളുകളുണ്ട് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും ആ കഥാപാത്രം വളരെ ശ്രദ്ധേയമായി ചെയ്യുകയുണ്ടായി. പിന്നീട് അദ്ദേഹം കാശ്മീരം, അതുപോലെ തന്നെ നിർണയം, യുവതുർക്കി, ഏപ്രിൽ 19, ഗംഗോത്രി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. അതുപോലെ തന്നെ രാവണപ്രഭുവിലെയും ഡാനിയിലെയും കഥാപാത്രങ്ങളും നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയാത്ത കഥാപാത്രങ്ങളാണ്. 48 വയസ്സാണ് അദ്ദേഹത്തിന് മരണസമയത്തുണ്ടായിരുന്നത്. ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഇത്രയേറെ ചലച്ചിത്രം 152, കൃത്യമായി പറഞ്ഞാൽ 152 ചലച്ചിത്രങ്ങളാണ് അദ്ദേഹം മലയാളത്തിലും തമിഴിലുമായിട്ട് അഭിനയിക്കുകയുണ്ടായത്. വളരെയേറെ കാണികൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്കൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. തന്നെയുമല്ല, ആ വെള്ളാരം കണ്ണുള്ള ഒരു നടൻ എന്ന രീതിയിൽ അതിമനോഹരമായ അദ്ദേഹത്തിൻ്റെ ഒരു സൗന്ദര്യ, ആ മുഖത്തെ സൗന്ദര്യ രീതികളൊക്കെ തന്നെ മലയാളികൾ വലിയ രീതിയിൽ ആകർഷിക്കപ്പെട്ടിരുന്നു. ഒരു സുന്ദരനായ വില്ലൻ എന്ന രീതിയിൽ കാണുമ്പോൾ ആ വില്ലൻ്റെ തീവ്രത നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു മുഖ സൗന്ദര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം തിമിർത്ത് അഭിനയിക്കുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം ഇതോടൊപ്പം തന്നെ ചലച്ചിത്രരംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണ രംഗത്തും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അയ്യർ ദി ഗ്രേറ്റ്, ചക്കിക്കൊത്തൂർ ശങ്കരൻ എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സ്വയം നിർമ്മിച്ച ചിത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ സത്താറുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. 3 ചിത്രങ്ങളാണ് അദ്ദേഹം അപ്രകാരം നിർമ്മിക്കുകയുണ്ടായത്. എൻ്റെ ശബ്ദം, ബ്ലാക്ക് മെയിൽ, റിവെഞ്ച് എന്ന് പറയുന്ന ചിത്രങ്ങളൊക്കെ തന്നെ. അപ്പോൾ കേവലം ഒരു അഭിനേതാവ് എന്ന രീതിയിൽ മാത്രമല്ല, ചലച്ചിത്ര ലോകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം അദ്ദേഹം കാട്ടിയിരുന്നു. തനിക്ക് ലഭിക്കുന്ന പണത്തെ ആ രീതിയിൽ കൂടി ഉപയോഗിക്കണം, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ, ചലച്ചിത്ര ലോകത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യവും അദ്ദേഹം കാട്ടിയിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർന്ന് വെച്ച് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ്. മുൻ മന്ത്രി MK ഹേമേന്ദ്രൻ്റെ മകൾ ഡയാനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. മക്കൾ പാർവതി രതീഷ്, അതുപോലെ തന്നെ പത്മജ രതീഷ്, പത്മ രതീഷ്, പ്രണവ് എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ. അവരെല്ലാവരും ഇന്ന് ചലച്ചിത്ര ലോകത്ത് സജീവമായിട്ടുണ്ട്. അവർക്കാർക്കും രതീഷിനോളം വളരുവാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാലഘട്ടം മാറി. തന്നെയുമല്ല, ഓരോരുത്തരുടെയും ഓരോ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിമിത്തമായി സംഭവിക്കുന്ന പല കാര്യങ്ങളാണ്. ജയൻ മരിക്കുന്നു, അവിടെ രതീഷ് കയറി വരുന്നു എന്നതൊക്കെ തന്നെ ഒരു 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 കാലം. പിന്നീട് മമ്മൂട്ടിയുടെയും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും ഒക്കെ ഉദയം സ്വാഭാവികമായും രതീഷിൻ്റെ
ആ കാലഘട്ടത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു കടന്നുവരവാണ് മമ്മൂട്ടിയും മോഹൻലാലും നിർവഹിക്കുകയുണ്ടായത്. സ്വാഭാവികമായും രതീഷിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടതൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. മെഗാപരമ്പരയെ വേനൽ മഴയിൽ അദ്ദേഹം നായിക കഥാപാത്രമായിരുന്നു. ശ്രീവിദ്യയായിരുന്നു നായിക. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മെഗാ പരമ്പരയായിരുന്നു അത് എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. 2001 അതുപോലെ തന്നെ അന്ന എന്ന് പറയുന്ന കൈരളിയുടെ സീരിയൽ, ആ സീരിയലിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിന് കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം, മികച്ച നടനുള്ള ടെലിവിഷൻ പുരസ്കാരം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറയേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വംശം എന്ന് പറയുന്ന മറ്റൊരു സീരിയൽ, ഈ സീരിയലിലൊക്കെ തന്നെ അദ്ദേഹം മികച്ച അഭിനയം കാഴ്ചവെക്കുകയുണ്ടായി എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം, അദ്ദേഹം തമിഴ്നാട്ടിലെ കമ്പത്ത് അദ്ദേഹം കൃഷി നടത്തിയിരുന്നു. ആ കൃഷി വലിയ നഷ്ടത്തിലാണ് കലാശിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ നഷ്ടം അദ്ദേഹത്തിന് സംഭവിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പിന്നീടും ചലച്ചിത്ര ലോകത്തേക്ക് തിരിച്ചു വരികയും അതോടൊപ്പം തന്നെ തൻ്റെ അഭിനയ ശേഷി വീണ്ടും പുറത്തെടുക്കുകയും ഉണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടു. 48 വയസ്സിൽ കൂടുതൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിച്ച 48 വയസ്സ് എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു പ്രമേഹ രോഗിയായിരുന്നു. പക്ഷേ ആ രോഗത്തെ മറികടക്കുവാനുള്ള അല്ലെങ്കിൽ ആ രോഗത്തെ നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് ചരിത്രം പറയുന്നത്. പലപ്പോഴും അദ്ദേഹം അതിന് വിരുദ്ധമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ആ രീതിയിലേക്ക് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒട്ടും അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ശ്രദ്ധ പതിപ്പിക്കാതെയുള്ള ജീവിതമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ മരണത്തിലേക്ക് വീണ്ടും നയിക്കുകയുണ്ടായത്. അല്ലെങ്കിൽ രതീഷ് ഇന്നും ഉണ്ടാകുമായിരുന്നു. മികച്ച കഥാപാത്രങ്ങളുമായിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നായക വേഷത്തിൽ വില്ലൻ വേഷത്തിലേക്ക് കടന്നപ്പോഴാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസക്തി കൂടുതലാവുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. മികച്ച അഭിനയം അദ്ദേഹത്തിന് വില്ലൻ വേഷങ്ങളിലൂടെ കാഴ്ചവെക്കാനുണ്ടായി. ഒരുപക്ഷെ രതീഷിൻ്റെ കഥാപാത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുക മോഹൻ തോമസ് എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രമായിരിക്കും എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന 48 വയസ്സ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നെഞ്ചുവേദനയെ തുടർന്ന് കിംസ് ആശുപത്രിയിൽ അദ്ദേഹം പ്രവേശിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹം അവിടെ വെച്ച് അന്തരിക്കുകയുണ്ടായി. മരണസമയത്ത് രതീഷിൻ്റെ പുനലൂരിലെ ഫാം ഹൗസിലായിരുന്നു ഭാര്യ ഡയാന ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മരിക്കേണ്ട ഒരു ഘട്ടത്തിലല്ല അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന് തൻ്റെ ചികിത്സയിലൂടെ അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലുള്ള ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ജീവിതം നീണ്ടു കിട്ടുന്നൊരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ നഷ്ടപ്പെടുത്തിയതാണ് എന്നാണ് പലപ്പോഴും സഹപ്രവർത്തകർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കേണ്ടത് വളരെ ദുഃഖകരമായ 1954 ജനിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നുള്ള ആ കാലഘട്ടം 48 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് മരണത്തിൻ്റെ തുരുത്തിലേക്ക് 2002 ഡിസംബർ 23 കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം മരണം സംഭവിക്കുകയുണ്ടായി. ആ ജീവിതയാനത്തിനിടയിൽ അദ്ദേഹം നിറവേറ്റിയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പ്രസരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ളതായിരുന്നു എന്നത് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത പ്രസക്തിയും പ്രശസ്തിയും സിനിമാ ലോകത്ത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. വലിയ അഭിനയ മുഹൂർത്തങ്ങളുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമ്പൂർണ്ണമായി പറയാൻ കഴിയുകയില്ല. അദ്ദേഹം മികച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു പുരസ്കാര തികവിന് വേണ്ടുന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ പരിമിതി ആയിരിക്കില്ല. അത്തരം അവസരങ്ങൾ നൽകി അദ്ദേഹത്തെ ആ രീതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളൊന്നും മലയാള ചലച്ചിത്ര ലോകത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് അപ്രകാരം കഴിയാതെ വരികയുണ്ടായത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അദ്ദേഹം ടെലിവിഷൻ സീരിയൽ രംഗത്ത് അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് പുരസ്കാരം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ കേവലം അഭിനേതാവ് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ കൃത്യമായി രാഗി മിനുക്കുവാനുള്ള ആളുകളുടെ കയ്യിൽ കിട്ടുമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് മികച്ച വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും അകാലത്തിലാണ് അദ്ദേഹം വിട പറഞ്ഞത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ അവസരങ്ങൾ അദ്ദേഹത്തിന് ഇനിയും ഉണ്ടായിരുന്നു. ആ അവസരങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയായിരുന്നു. അവസാന കാലത്ത് രാവണപ്രഭു, ഡാനി തുടങ്ങിയ ചലച്ചിത്രങ്ങളിലേക്ക് അഭിനയങ്ങൾ അത് പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടില്ല എന്നത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പല നടന്മാരും
നിഷ്പ്രഭരായി പോകുന്ന അവസ്ഥ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. പല നായകൻ എന്ന രീതിയിൽ നിന്ന് പിന്നീട് പരാജയപ്പെടുമ്പോൾ നിഷ്പ്രഭരായി പോകുന്നൊരവസ്ഥ. പക്ഷേ രതീഷിനെ സംബന്ധിച്ച് അപ്രകാരം ഒരു അവസരം ഉണ്ടായില്ല. അദ്ദേഹം വില്ലൻ എന്ന രീതിയിൽ തന്നെ നിറഞ്ഞാടുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നത് തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അപ്പോൾ കൃത്യമായ അഭിനയ മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം ലഭിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം അതിൽ നിറഞ്ഞാടുമായിരുന്നു. ആ ജീവിതയാനം മറ്റൊരു തലത്തിലേക്ക് മാറുമായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. തീർച്ചയായിട്ടും രതീഷിൻ്റെ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ ഇന്നും പ്രസക്തമായ ചലച്ചിത്രങ്ങളാണ്. അത് ഇന്നും നമുക്ക് കണ്ടാൽ പ്രത്യേകിച്ച് തുഷാരം പോലെയുള്ള കഥാപാത്രങ്ങൾ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു തീവ്രമായിട്ടുള്ള ആ ഒരു സൗന്ദര്യബോധം അത് വളരെയേറെയാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞ് വെക്കേണ്ടതുണ്ട്. എന്തായാലും അത് കാലത്തിൽ മരിച്ച അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് സ്മരണകൾ ഇനിയും നാളുകളോളം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ്.